ഇന്നിപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ, ഇന്നും മഴ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറയാൻ നമുക്കിപ്പം സ്വാതി രാജീവുണ്ട്. സ്വാതി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? ഇന്നലെയൊക്കെ ഒന്ന് മഴയൊക്കെ പെയ്ത് ഭൂമി ഒന്ന് തണുത്തു, രാത്രി കിടന്നുറങ്ങാനും ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സേതു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കേരളത്തിൽ പലയിടത്തും പരക്കെ വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞായറാഴ്ചയാണ്. ആളുകളൊക്കെ ആ ഒരു മഴയുടെ ആ ഒരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ആലസ്യത്തിലുള്ള ഉറക്കം ഉണർന്നു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഇന്നും പക്ഷേ ഇന്നലത്തെ അത്രയും എല്ലാ ജില്ലകളിലും അത്തരത്തിൽ മഴ ലഭിക്കില്ല. എന്നാൽ ഇന്നും മഴ പല ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ചും വേനൽ മഴ ആയതുകൊണ്ട് തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് മിക്കയിടങ്ങളിലും അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധയൊക്കെ ആവശ്യമാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ. ഇതിനിടെ ഇന്നലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. തൃശ്ശൂരിൽ ഫോം റെയിൻ എന്ന് വെച്ചാൽ പദമഴ പെയ്തു. പത പോലെ ഇരിക്കുന്ന മഴ പെയ്തു. അത് വലിയ തരത്തിലുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാക്കിയത് എന്താണ് ഇങ്ങനൊരു മഴ എന്ന്. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ഇത്തരത്തിലൊരു പദമഴ പെയ്തത്. എന്നാൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് വിദഗ്ധർ ഇക്കാര്യത്തിൽ അറിയിച്ചത്. ഇന്ന് പക്ഷേ മഴ കുറയും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നമുക്ക് മാപ്പ് നോക്കാം. മാപ്പിലായിരിക്കും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുക എന്ന് പറയാം. കാരണം ഇന്ന് 2 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറയുന്നത്. അതായത് പ്രത്യേകിച്ചും മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ്. അതായത് വലിയ തരത്തിലുള്ള മഴയില്ല. 2ഇടത്ത് മാത്രമാണ് അത്തരത്തിൽ മുന്നറിയിപ്പുള്ളത്. പക്ഷേ തൃശ്ശൂരും പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്നവർ കൂടെ കരുതി ഇരിക്കുക. ഇതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് വേനൽ മഴ പെയ്യുക എന്ന് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മിന്നലിനെയൊക്കെ പ്രത്യേകമായി കരുതേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. ഒരു മഴക്കോൾ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ചും സുരക്ഷിതമായ വീടുകളിലേക്കൊക്കെ പോയി സുരക്ഷിതരായി എല്ലാവരും ഇരിക്കുക എന്നുള്ളതാണ്. മഴ 2 ദിവസമായിട്ട് ചെറുതായിട്ട് ഇത്തരത്തിൽ പെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ ചൂടായിരുന്നു. നമുക്കറിയാം, സഹിക്കാനാവാത്ത ചൂടായിരുന്നു. പക്ഷേ ചൂടിന് നേരിയ തരത്തിലുള്ള ഒരു ആശ്വാസം, ശമനം ഉണ്ട് എന്നുള്ളതാണ്. പാലക്കാടാണ് ഇന്നും കൂടിയ താപനില വരുന്നത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് താപനില. അതുപോലെ തന്നെ മറ്റ് കുറച്ച് കൂടിയ താപനില വരുന്ന മറ്റൊരു ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ 2 സ്ഥലങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യത. മറ്റ് സ്ഥലങ്ങളിലും വേനലായതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി വലിയ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. സേതുലക്ഷ്മി, ഇന്നിപ്പോൾ ഈ ഒരു കാലാവസ്ഥ നമ്മൾ സ്കൈ വാച്ചൊക്കെ ഇങ്ങനെ ഒരു സെഗ്മെൻ്റൊക്കെ ആരംഭിച്ചല്ലോ. നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ലോക കാലാവസ്ഥാ ദിനമാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 1950 മുതലാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാനായിട്ട് തുടങ്ങിയത്. നമ്മൾ കാലാവസ്ഥയെയും പ്രകൃതിയെയൊക്കെ കൂടുതലായി ശ്രദ്ധിക്കുക, സംരക്ഷിക്കുക എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാലാവസ്ഥാ ദിനം കൂടി ഇന്ന് ആശംസിക്കാം. സേതുലക്ഷ്മി. ഓക്കെ സ്വാതി. അപ്പോൾ നമുക്കിനി നാളെ കാലാവസ്ഥയുടെ വീണ്ടും കാണാം അല്ലേ?